എൻ ക്രിസ്തൻ യോദ്ധാവാകുവാൻ ചേർന്നേൻ തൻ സൈന്യത്തിൽ. തൻ ദിവ്യവിളി കേട്ടു ഞാൻ ദൈവാത്മശക്തിയാ. തൻ ദിവ്യവിളി കേട്ടു ഞാൻ ദൈവാത്മശക്തിയാ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ജൂൺ 30 പൗലോസിനെയും 12 അപ്പോസ്തലന്മാരെയും സഭ ഓർക്കുന്ന ദിവസമാണ്. ഒരു കാലത്ത് യേശു ആരാകുന്നു എന്നറിയാതെ സഭയെ ഉപദ്രവിച്ച പൗലോസിനെ കുറിച്ച് ചില ചിന്തകൾ പങ്കുവച്ച് പൗലോസ് അനുഭവമാക്കി യേശുവിനെ അനുഭവിച്ചറിയുവാൻ എന്നെയും സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോട് പ്രഭാത ധ്യാനത്തിൽ നമുക്ക് പങ്കുചേരാം. പൗലോസ് ആരായിരുന്നു? തർസോസിൽ ജനിച്ച റോമാപൗരനും ശൗൽ എന്ന പേരിൽ അറിയപ്പെട്ട ഒരു പരീശനും ഗമാലിയേലിൻ്റെ ശിഷ്യനും ആയിരുന്നു പൗലോസ്. ക്രിസ്ത്യാനികളുടെ എതിരാളി, സ്തെഫാനോസിനെ കൊല്ലുന്നതിന് സാക്ഷിയായവൻ. എന്നാൽ ദമസ്കോസിലേക്കുള്ള യാത്രയിൽ യേശു ശൗലിന് അനുഭവമായി. ശൗൽ പൗലോസായി. പൗലോസിൻ്റെ മനംതിരിവ് നമുക്ക് നൽകുന്ന ചില ചിന്തകൾ ഉണ്ട്. ഒന്ന്, ഇറ്റ് വാസ് എ റിയൽ എക്സ്പീരിയൻസ്. ശൗലിനുണ്ടായ മനംതിരിവ്, രൂപാന്തരം ഒരു യഥാർത്ഥ അനുഭവം ആയിരുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ പഴയ അവസ്ഥയെ നോക്കിക്കൊണ്ട് പൗലോസ് പറയുന്ന ഭാഗമാണ് അപ്പോസ്തലപ്രവൃത്തി 26, 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. തനിക്ക് ദമസ്കോസിൽ വെച്ചുണ്ടായ അനുഭവം തൻ്റെ ജീവിതത്തെ പൂർണ്ണമായി കീഴ്പ്പെടുത്തി യേശുവെ മാത്രം നോക്കി ജീവിക്കുന്നതിന് ഇടയാക്കി. മാത്രമല്ല, തൻ്റെ പദവിയും തനിക്കുള്ളതെല്ലാം യേശുവിന് വേണ്ടി ഉപേക്ഷിച്ചു. ഇന്ന് ദൈവം നമ്മയും വിളിക്കുന്നുണ്ട്. പൗലോസിന് ലഭിച്ചതുപോലെ ഒരു ദർശനം കിട്ടില്ലായിരിക്കാം. എങ്കിലും ദൈവവിളിക്ക് മുൻപിൽ നമ്മെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കുവാൻ തയ്യാറാകണം. ദൈവവിളി ജീവിത അനുഭവമായി തീരണം എന്ന് പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നു. 2, ഇറ്റ് വാസ് ആൻ എക്സ്പീരിയൻസ് ടു ഗ്ലോറി ഇൻ ഹിസ് സഫറിങ്സ് ഫോർ ദ ഗോസ്പൽ. സുവിശേഷത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി കഷ്ടതകൾ അനുഭവിക്കുന്നതിന് തന്നെ ഒരുക്കിയത് തനിക്കുണ്ടായ രൂപാന്തര അനുഭവം ആയിരുന്നു. ക്രിസ്തുവിൻ്റെ നാമനിമിത്തം പൗലോസ് ശാരീരികമായും മാനസികമായും വേദന അനുഭവിച്ചു. 2 കൊരിന്ത്യർ 11, 23 മുതൽ 28 വരെ വാക്യങ്ങളിൽ താൻ അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകളെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളോടും അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനോടും ഏകീഭവിക്കുവാൻ പൗലോസ് ആഗ്രഹിച്ചു. ഫിലിപ്പിയർ 3:10-11 വാക്യങ്ങൾ. ഇന്നത്തെ പോലെ യാതൊരു യാത്രാ സൗകര്യവും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനായി പൗലോസ് സഹിച്ച കഷ്ടതകൾക്കായി ദൈവത്തിന് നന്ദി പറയാം. പൗലോസിനുണ്ടായ കഷ്ടതകൾ സുവിശേഷത്തിൻ്റെ മഹത്വത്തിന് കാരണമായി തീർന്നു. പൗലോസിനെ പോലെ സുവിശേഷത്തിന് വേണ്ടി കഷ്ടതകൾ അനുഭവിക്കുവാൻ നാം ഒരുക്കമുള്ളവരാണോ? അനേക മനുഷ്യന്മാർ സുവിശേഷത്തിന് വേണ്ടി കഷ്ടതകൾ അനുഭവിക്കുന്നു, പീഡിപ്പിക്കപ്പെടുന്നു, രക്തസാക്ഷികൾ ആകുന്നു. നമ്മയും ആക്കി വച്ചിരിക്കുന്ന ദേശത്ത്, സ്ഥാപനയിൽ കർത്താവിന് വേണ്ടി സുവിശേഷത്തിൻ്റെ വക്താക്കളായി തീരാം. ദൈവനാമ മഹത്വത്തിനായി കർത്താവിന് വേണ്ടി നമുക്കും കഷ്ടതകളെ സഹിഷ്ണുതയോടെ സ്വീകരിക്കാം. 3, ഇറ്റ് വാസ് ആൻ എക്സ്പീരിയൻസ് ടു താങ്ക് ഗോഡ് ഫോർ ദ മിനിസ്ട്രി ഓഫ് സ്പ്രെഡിങ് ദ ഗോസ്പൽ. പൗലോസിനുണ്ടായ മാനസാന്തരം സുവിശേഷത്തിൻ്റെ വളർച്ചയ്ക്കായി തീർന്നു. അതിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സുവിശേഷത്തിനെതിരായി ഓടിക്കൊണ്ടിരുന്ന പൗലോസിനെയാണ് ദൈവം പിടിച്ചത്. തുടർന്ന് പൗലോസിൻ്റെ മാനസാന്തരം സുവിശേഷത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി. ഏഷ്യയിലും യൂറോപ്പിലും റോമിലും എല്ലാം സുവിശേഷം വ്യാപരിക്കുവാൻ കാരണം പൗലോസിൻ്റെ മാനസാന്തരമായിരുന്നു. സുവിശേഷത്തിനു വേണ്ടി പൗലോസ് 3 മിഷണറി യാത്രകളാണ് നടത്തിയത്. ഒരുപക്ഷെ പൗലോസ് മാനസാന്തരപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ വിധത്തിൽ സുവിശേഷം വ്യാപിക്കില്ലായിരുന്നു. അതുകൊണ്ട് പൗലോസിനുണ്ടായ മാനസാന്തര അനുഭവത്തിനായി നന്ദി പറയാം. നമ്മിലുണ്ടാകുന്ന മാനസാന്തര അനുഭവം ഒന്ന് മാത്രമേ സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് കാരണമാകൂ. നാം ഓരോരുത്തരും കർത്താവിൻ്റെ മിഷണറിമാരായി തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു.
സുവിശേഷത്തിനു വേണ്ടി കഷ്ടതകൾ അനുഭവിച്ച പൗലോസിൻ്റെ ശ്രദ്ധേയമായ വാക്കുകളാണ് 2 തിമോത്തിയോസ് 4:7-8 വാക്യങ്ങൾ. ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. നിത്യജീവൻ അവകാശമാക്കുമെന്ന പ്രത്യാശയാണ് ഈ വാക്കുകളിൽ കാണുന്നത്. ക്രിസ്ത്യാനികളെ ഉപദ്രവിപ്പാനായിട്ടുള്ള യാത്രയിൽ ദമസ്കോസിന് അടുത്ത് എത്തും വരെ ഈ പ്രത്യാശ പൗലോസിൽ ഇല്ലായിരുന്നു. എന്നാൽ തന്നിലുണ്ടായ രൂപാന്തര അനുഭവം നിത്യജീവനെക്കുറിച്ചുള്ള നിശ്ചയത്തിൽ പൗലോസിനെ എത്തിച്ചു. അതെ, ഒരിക്കൽ ഈ അനുഭവം കർത്താവ് എനിക്ക് തരും. എനിക്ക് മാത്രമല്ല, ഈ രൂപാന്തര അനുഭവത്തിലേക്ക് വന്ന എല്ലാവർക്കും അത് ലഭിക്കുമെന്നാണ് പൗലോസ് പറയുന്നത്. പൗലോസിനുണ്ടായ മാനസാന്തര അനുഭവമാണ് നമുക്ക് ഉണ്ടാവേണ്ടുന്നത്. മാനസാന്തര ജീവിതത്തിൻ്റെ അനുഭവമാക്കാം. കർത്താവിന് വേണ്ടി കഷ്ടതകൾ അനുഭവിപ്പാൻ ഒരുങ്ങാം. സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്കായി ഓടാം. നമുക്കും പറയാം, ഐ ഹാവ് fought the fight, run the race, and now await the crown of glory. കർത്താവേ, നീതിയുടെ കിരീടത്തിന് എന്നെയും യോഗ്യനാക്കണമേ. ആമേൻ. ശ്വാസത്തിൻ്റെ നായക